എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സ് 2026 ജനുവരി 6 മുതൽ 11 വരെയുള്ള സംഭവവികാസങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് സിക്കിം ഹൈക്കോടതിയുടെ 24ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായി. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. ഇന്ത്യൻ കരസേന 2026 ആണ്ടിനെ ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രിസിറ്റി ആയി പ്രഖ്യാപിച്ചു. ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രിസിറ്റി ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചു. പ്രതിരോധ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുരക്ഷിത നെറ്റ്വർക്കുകൾ എന്നിവയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുരക്ഷിത നെറ്റ്വർക്കുകൾ എന്നിവയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സൂര്യാസ്ത്ര ഇന്ത്യൻ സൈന്യത്തിനായി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ പരിധിയിലുള്ള സൂര്യാസ്ത്ര എന്ന പുതിയ ഉപരിതല റോക്കറ്റ് ലോഞ്ചർ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ ഇസ്രായേൽ സംയുക്ത സംരംഭ കരാർ ഒപ്പുവെച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ പുതിയ പേയ്മെന്റ് റെഗുലേറ്ററി ബോർഡിന്റെ ആദ്യ യോഗം ചേർന്നു. പഴയ BPSS പകരമായാണ് ഇത് നിലവിൽ വന്നത്. BPSS എന്ന് പറഞ്ഞാൽ ബോർഡ് ഫോർ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. രാജസ്ഥാനിലെ ജയ്പൂരിൽ ജനുവരി 6 പ്രാദേശിക AI ഇമ്പാക്ട് കോൺഫറൻസ് ആരംഭിച്ചു. ഗവേണൻസിലും പൊതുജന സേവനങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ പ്രധാന വിഷയം. സർക്കാർ ജീവനക്കാർക്കായി അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കുന്ന പുതിയ പെൻഷൻ പദ്ധതി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ജനുവരി 1 ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ ബൾഗേറിയൻ നഗരങ്ങളിലെ ATMകളിലും വിപണികളിലും യൂറോ നാണയങ്ങൾ പൂർണ്ണമായ പ്രാബല്യത്തിൽ വന്നു. യൂറോ സോണിൽ ചേരുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. ഒപെക് പ്ലസ് തീരുമാനം, അതായത് ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണവില സ്ഥിരപ്പെടുത്തുന്നതിനായി 2006 ആദ്യ പാദത്തിൽ എണ്ണ ഉൽപാദനത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒപെക് പ്ലസ് തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഈ ദിവസത്തെ പ്രധാന ദിനങ്ങൾ: ജനുവരി 6 ലോക യുക്ത അനാഥ ദിനം, ജനുവരി 6 9ാമത് ദേശീയ സിദ്ധ ദിനം, നാഷണൽ സിദ്ധ ഡേ. 2026 പ്രമേയം എന്ന് പറയുന്നത് സിദ്ധ ഫോർ ഗ്ലോബൽ ഹെൽത്ത്. അടുത്ത ജനുവരി 7 പ്രധാന സംഭവവികാസങ്ങളാണ്. ശാസ്താംകോട്ടയിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും കേരളത്തിൽ നിന്നുള്ള നിയമരംഗത്തെ ചർച്ചകളും സജീവമായി തുടരുന്നു. പാലക്കാട് വെച്ച് നടക്കാനിരിക്കുന്ന 38ാമത് കേരള സയൻസ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രാദേശിക ശാസ്ത്ര പ്രതിഭകളുടെ പ്രബന്ധങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള തീയതികളും അനുബന്ധ വിവരങ്ങളും പുറത്തുവിട്ടു. അത് പാലക്കാടാണ് 38ാമത് കേരള സയൻസ് കോൺഗ്രസ്. വൈരഫ് സേന രൂപീകരണം. ആധുനിക യുദ്ധമുറകൾക്കായി ഇന്ത്യൻ കരസേന വൈരവ് എന്ന പേരിൽ ഒരു പുതിയ ഡ്രോൺ സേന രൂപീകരിച്ചു. ഭൈരവ് ഭൈരവ് എന്ന പേരിൽ ഒരു പുതിയ ഡ്രോൺ സേന രൂപീകരിച്ചു. പരിശീലനം സിദ്ധിച്ച ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തിയാണ് ശത്രുതാപരമായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഈ പ്രത്യേക സേന തയ്യാറാക്കുന്നത്. അത് ഭൈരവ് എന്നാണ് പേര്. ഭൈരവ് സേന, ഇന്ത്യൻ ആർമിയുടെ ഭൈരവ് സേന രൂപീകരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ, അതായത് NPL 80ാം സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് 2 ആഗോള നിലവാരമുള്ള സൗകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ഭരണം ശക്തമാക്കുന്നതിനുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറിയും സൗരോർജ്ജ മേഖലയ്ക്ക് ലോകത്തിലെ 5ാമത്തെ നാഷണൽ പ്രൈമറി സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി ഫോർ സോളാർ സെൽ കാലിബ്രേഷനും ഇതിൽ ഉൾപ്പെടുന്നു. അരുണാചൽ പ്രദേശിലെ
1200 മെഗാവാട്ട് ശേഷിയുള്ള കലൈ 2 ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര ക്യാബിനറ്റ് പരിസ്ഥിതി അനുമതി നൽകി. കലൈ 2 അതായത് അരുണാചൽ പ്രദേശിലെയാണ് കലൈ 2. നദഫ നാഷണൽ പാർക്കിന്റെ ജൈവവൈവിധ്യത്തെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഈ അനുമതി. ഈ വർഷത്തെ ഇന്ത്യ എനർജി വീക്ക് 2026 ജനുവരി 27 മുതൽ 30 വരെ ഗോവയിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. എനർജി വീക്ക് ഗോവ. ദേശീയ ടെക്സ്റ്റൈൽസ് മന്ത്രിമാരുടെ സമ്മേളനം ജനുവരി 8-ന് ആസാമിലെ ഗുവാഹത്തിയിൽ ആരംഭിച്ചു. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് കേന്ദ്രഭരണ പ്രദേശമായ ദിയുവിലെ ഹോക്ല ബീച്ചിൽ ജനുവരി 5 മുതൽ 10 വരെ നടന്നു. മിസോറാമിൽ നിന്ന് ശാസ്ത്രജ്ഞർ പുതിയ ഇനം റീസ്നേക്ക് പാമ്പിനെ കണ്ടെത്തി. ഇതിന് കലമേരിയ മിസോറാമെൻസിസ് എന്ന് പേരിട്ടു. കലമേരിയ മിസോറാമെൻസിസ് എന്നത് മിസോറാമിൽ നിന്ന് ശാസ്ത്രജ്ഞർ പുതിയ ഇനം റീസ്നേക്കിന് പാമ്പിനെ കണ്ടെത്തിയതിന് കലമേരിയ മിസോറാമെൻസിസ് എന്ന് പേരിട്ടു. മുൻ ലോക ബില്ലിയാർഡ് ചാമ്പ്യനും മേജർ ധ്യാൻചന്ദ് പുരസ്കാര ജേതാവുമായ മനോജ് കോത്താരി അന്തരിച്ചു. ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് ദ്വീപ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവ ചർച്ചകൾ നടത്തുന്നതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. തേജസ് LCA ആദ്യമേ ആകാശ ദൂരത്തിന്റെ 2001 ജനുവരി 4 25-ാം വാർഷികം ഇന്ത്യൻ വ്യോമസേന ആഘോഷിച്ചു. ഇത് പറത്തിയത് വിംഗ് കമാൻഡർ രാജീവ് കോത്തിയാൽ ആയിരുന്നു. യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് 2 വർഷത്തെ കാലാവധിയുള്ള പുതിയ 5 താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ബഹ്റൈൻ, കൊളംബിയ, കോങ്കോ, ലാത്വിയ, ലൈബീരിയ എന്നിവയാണ് രാജ്യങ്ങൾ. ബഹ്റൈൻ, കൊളംബിയ, കോങ്കോ, ലാത്വിയ, ലൈബീരിയ എന്നിവയാണ് ഈ രാജ്യങ്ങൾ. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ഇറ്റലിക്ക് വേണ്ടി കോസ്മോസ് സ്കൈമെഡ് സെക്കൻഡ് ജനറേഷൻ എന്ന എർത്ത് ഒബ്സർവേറ്ററി ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബോംബ് സൈക്ലോൺ പ്രതിഭാസത്തെ തുടർന്ന് കടുത്ത മഞ്ഞുവീഴ്ചയും തണുത്ത കാറ്റും വിതച്ചുകൊണ്ട് എസ്ര എന്ന ശീതകാല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അത് അമേരിക്കയാണ്. അടുത്ത ജനുവരി 8 തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യെസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ ചെയർമാനായി കാർത്തികേയൻ മാണിക്യം ചുമതലയേറ്റു. സംസ്ഥാന സ്കൂൾ കലോത്സവം കായികമേള ചർച്ചകൾ. ജനുവരി 2-ാം വാരത്തോടെ സജീവമാകുന്ന വിവിധ സംസ്ഥാനതല മത്സരങ്ങളുടെയും കലോത്സവങ്ങളുടെയും മുന്നൊരുക്കങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കാർഷിക ഔഷധമായ വൈക്കോൽ ഉപയോഗിച്ച് തദ്ദേശീയമായ ബയോബിറ്റുമൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി. CSIR ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഈ സാങ്കേതിക വിദ്യ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി മലിനീകരണവും വൈക്കോൽ കത്തിക്കലും വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുന്നു. ISRO ഈ ജനുവരി വിക്ഷേപിച്ച EOS-N1 അന്വേഷ എന്ന അത്യാധുനിക ഉപഗ്രഹം ഭൗമ നിരീക്ഷണക്കുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എർത്ത് ഒബ്സർവേഷൻ ആൻഡ് സർവൈലൻസ്. അരുണാചൽ പ്രദേശിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഭാരം വരെ താങ്ങാൻ ശേഷിയുള്ള കട്ടിയുള്ളതും വലുപ്പമേറിയതുമായ ബ്രിജിയോപോറസ് കനാഡി എന്ന പുതിയ ഇനം കൂൺ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ബ്രിജിയോപോറസ് കനാഡി എന്ന പുതിയ ഇനം കൂൺ അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ പുതിയ ചെയർമാനായി AK ബാലസുബ്രഹ്മണ്യൻ 3 വർഷത്തെ കാലാവധി ചുമതലയേറ്റു. മുൻ ചെയർമാൻ ഡോക്ടർ DK ശുക്ല. ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് തത്സമയ വിവരങ്ങൾ സുരക്ഷിത മിഡിൽവെയർ സംവിധാനമായ നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് കൂടുതൽ ഡേറ്റാബേസുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നവീകരിച്ചു. വ്യാപാരികൾക്ക് പൂജ്യ ഇടപാട് നിരക്കിൽ ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കിക്കൊണ്ട് RBIയുടെ ഡിജിറ്റൽ റുപ്പി തങ്ങളുടെ സ്മാർട്ട് ഗേറ്റ്വേ പ്ലാറ്റ്ഫോമിലേക്ക് HDFC ബാങ്ക് വിജയകരമായി കൂട്ടിച്ചേർത്തു. സീറോ ട്രാൻസാക്ഷൻ കോസ്റ്റ് നിരക്ക് ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കുന്ന സൗകര്യമൊരുക്കിക്കൊണ്ട്.
ദി ഫോർച്യൂണർ വേവ്. ഫെഡറൽ ബാങ്ക് തങ്ങളുടെ പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റിയായ ദി ഫോർച്യൂണർ വേവ് പുറത്തിറക്കി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത നടി വിദ്യാ ബാലനെ തിരഞ്ഞെടുത്തു. വിശ്വാസ്യത, ഒരുമ, ഐശ്വര്യം എന്നിവയാണ് ഇതിലെ 3 തരംഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ചൂടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ഐസായി മാറുന്ന പ്രതിഭാസമാണ് എംബാപ്പെ പ്രഭാവം. ബാംഗ്ലൂരിലെ JNCASR, അതായത് ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് നിന്നുള്ള ശാസ്ത്രജ്ഞർ ചരിത്രത്തിലാദ്യമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ വഴി പ്രതിഭാസത്തിന്റെ കൃത്യമായ മാതൃക ശാസ്ത്രലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എംബാപ്പ എഫക്റ്റ്. ഇവിടെ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ചരിത്രത്തിലാദ്യമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ വഴി പ്രതിഭാസത്തിന്റെ കൃത്യമായ മാതൃക ശാസ്ത്രലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചത്. വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച 600 കിലോമീറ്റർ പ്രകരപരിധിയുള്ള തൈമൂർ എന്ന എയർ ലോഞ്ച് മിസൈൽ മിറാഷ് 3D യുദ്ധവിമാനത്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. ത്വൈറ്റസ് ഗ്ലേസിയർ. അന്റാർട്ടിക്കയിൽ വൻതോതിൽ ത്വൈറ്റസ് ഗ്ലേസിയർ ഡൂംസെ ഗ്ലേസിയർ സമുദ്രനിരപ്പ് ഉയരുന്നതിന് കാരണമാകുന്നതായി വ്യക്തമാക്കുന്ന പുതിയ ആഗോള കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ജനുവരി 8 പ്രധാന ദിനങ്ങൾ: ഭൂമിയുടെ ഭ്രമണ ദിനം, അതായത് എർത്ത് റൊട്ടേഷൻ ഡേ. 1851 ലിയോൺ ഫൂക്കോ പെൻഡുലം വഴി ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് ശാസ്ത്രീയ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണ ദിനം, എർത്ത് റൊട്ടേഷൻ ഡേ. 1851 ലിയോൺ ഫൂക്കോ പെൻഡുലം വഴി ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിനം ആചരിക്കുന്നത്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനായി നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന പുതിയ ഡിജിറ്റൽ സേവനങ്ങളുടെ പ്രഖ്യാപനം നടന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർപേഴ്സണായി പ്രശസ്ത ചലച്ചിത്ര എഡിറ്ററും IFFK മുൻ ഡയറക്ടറുമായ ബീന പോളിനെ നിയമിച്ചുകൊണ്ട് ഔദ്യോഗിക ഉത്തരവിറങ്ങി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഇവർ. ജനുവരി ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി ആഘോഷിച്ചു. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിനം ആചരിക്കുന്നത്. 2026 ഏറ്റവും പുതിയ ഹെൻലി പാസ്പോർട്ട് സൂചിക പുറത്തുവിട്ടു. 1ാം സ്ഥാനം സിംഗപ്പൂർ നിലനിർത്തിയപ്പോൾ ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്ക് 82ാം സ്ഥാനത്താണ്. ഇന്ത്യൻ പൗരന്മാർക്ക് വിസയില്ലാതെ 61 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം. അതിർത്തികളിൽ ശത്രു ഡ്രോണുകളെ തകർക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ലേസർ അധിഷ്ഠിത ആന്റി ഡ്രോൺ സംവിധാനം കരസേനയുടെ ഭാഗമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 10 മുതൽ 16 വരെയുള്ള നാഷണൽ സ്റ്റാർട്ടപ്പ് വീക്ക് ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ ആരംഭിച്ചു. ആർട്ടിക് സമുദ്രത്തിൽ ഏകദേശം 210 വർഷത്തിലേറെ പഴക്കമുള്ള ബോഹെഡ് തിമിംഗലത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. നിലവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവയിലെ ഏറ്റവും ആയുസ്സുള്ള സസ്തനിയാണ്. ലോകബാങ്ക് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ടസ് റിപ്പോർട്ട് പ്രകാരം 2026 ആഗോള വളർച്ചാ നിരക്ക് 2.7% തുടരുമെന്ന് വിലയിരുത്തുന്നു. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.5% നിലനിർത്തുമെന്നും പ്രവചനമുണ്ട്. കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വലിയ നഗരങ്ങളിലെ കേന്ദ്ര ഭാഗങ്ങളിൽ ഫോസിൽ കടുത്ത നിയന്ത്രണം പുതിയ നിയമം ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. ജനുവരി 9 പ്രധാന ദിനങ്ങൾ. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം, പ്രവാസി ഭാരതീയ ദിവസ് ഓർ നോൺ റെസിഡന്റ് ഇന്ത്യ ഡേ. 2026 പ്രമേയം എന്ന് വെച്ചാൽ ഡയസ്പോറാസ് റോൾ ഇൻ ഇന്ത്യസ് ടെക് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ ഡയസ്പോറ പ്രവാസി സമൂഹത്തിന് ഇന്ത്യയുടെ ടെക് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചറിൽ ഒരു ഇമ്പോർട്ടന്റ് റോള്
അതാണ് ഈ 2026 പ്രമേയം. ഡയസ്പോറാസ് റോൾ ഇൻ ഇന്ത്യാസ് ടെക് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ജനുവരി 10 ഇന്ത്യയിലും ആഗോള തലത്തിലും ലോക ഹിന്ദി ദിനമായി ആചരിച്ചു. 1975 ജനുവരി 10-ന് നാഗ്പൂരിൽ വെച്ച് നടന്ന ഒന്നാമത് ലോക ഹിന്ദി സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 2026 പ്രമേയം എന്ന് വെച്ചാൽ ഹിന്ദി ബ്രിഡ്ജിംഗ് ട്രഡീഷണൽ നോളജ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള DPIIT സംഘടിപ്പിക്കുന്ന നാഷണൽ സ്റ്റാർട്ടപ്പ് വീക്ക് ജനുവരി 10 to 6 രാജ്യത്തുടനീളം ആരംഭിച്ചു. ജനുവരി 16-നാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ INS തരംഗിണി തങ്ങളുടെ പുതിയ ആഗോള സൗഹൃദ സന്ദേശയാത്ര കൊച്ചിയിൽ നിന്നും ആരംഭിച്ചു. ദ്വീപിലെ ഹോക്ല ബീച്ച് ജനുവരി 5 മുതൽ നടന്നു വന്ന രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് മത്സരങ്ങൾ ജനുവരി 10-ന് സമാപിച്ചു. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ മെഡലുകളോടെ ചാമ്പ്യന്മാരായത്. ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ സൈബർ സൂചികയിൽ USA ഒന്നാം സ്ഥാനം നിലനിർത്തി. ഈ പട്ടികയിൽ ഇന്ത്യ പുരോഗതി കൈവരിച്ച് ആദ്യ 15 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. നാസയുടെ ജെയിംസ് അവേബ് ബഹിരാകാശ ദൂരദർശിനി ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് പ്രകാശ വർഷം അകലെയുള്ള പ്രപഞ്ചത്തിന്റെ പ്രാരംഭ ദശയിലുണ്ടായ ഏറ്റവും പഴക്കമേറിയ ഒരു തമോഗർത്തം കണ്ടെത്തി. നാസയുടെ ജെയിംസ് അവേബ് ബഹിരാകാശ ദൂരദർശിനി ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് പ്രകാശ വർഷം അകലെയുള്ള പ്രപഞ്ചത്തിന്റെ പ്രാരംഭ ദിശയിലുണ്ടായ ഏറ്റവും പഴക്കമേറിയ ഒരു തമോഗർത്തം കണ്ടെത്തി. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഡിജിറ്റൽ വ്യാപാര കരാറുകൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി ഫ്രഞ്ച് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. ജനുവരി 10 ലോക ഹിന്ദി ദിനം, വേൾഡ് ഹിന്ദി ഡേ. സെപ്റ്റംബർ 14-നാണ് ഇന്ത്യയിൽ ദേശീയ ഹിന്ദി ദിനം. ജനുവരി 10 അന്താരാഷ്ട്ര ട്രെയിൻ ട്രിപ്പുകൾ ഡേ. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കാർട്ടൂൺ കഥാപാത്രമായ ട്രിന്റിന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്നു. ജനുവരി 11 66-ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് ജില്ലയെ വിജയകരമായി സമാപിച്ചു. കോഴിക്കോട് ജില്ല തന്നെയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോയിന്റുകളോടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. തുടർച്ചയായ വിജയങ്ങളുടെ റെക്കോർഡും കോഴിക്കോട് നിലനിർത്തി. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും AI ഉപയോഗിച്ചുള്ള ഡീഫേക്ക് ചതികളും തടയുന്നതിനായി കേരള പോലീസ് ഒരു പ്രത്യേക സൈബർ കമാൻഡ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കാൻ അനുമതി നൽകി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 60-ാമത് ചരമവാർഷിക ദിനമായിരുന്നു ജനുവരി 11. 1966 ജനുവരി 10 താഷ്കണ്ടിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഡൽഹിയിലെ വിജയഘട്ടിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിജയഘട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. ദേശീയ റോഡ് സുരക്ഷാ വാരം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തുടനീളം ജനുവരി 11 മുതൽ 17 വരെയുള്ള നാഷണൽ റോഡ് സേഫ്റ്റി വീക്ക് ആചരണത്തിന്റെ തുടക്കമായി. 2026 പ്രമേയം എന്ന് വെച്ചാൽ ബി എ റോഡ് സേഫ്റ്റി ഹീറോ. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ പവേർഡ് എക്സ്പ്രസ് വേ ആയി പ്രവർത്തനം ആരംഭിച്ചു. പാതയുടെ ഇരുവശങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് 550 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒഡീഷയിലെ പ്രശസ്തമായ സിൽവർ ഫിലിഗ്രി കരകൗശല ഉൽപ്പന്നമായ കട്ടക്ക് രൂപതാരകസി ഭൂപ്രദേശ സൂചിക പദവി സ്വന്തമാക്കി. GI ടാഗ്. കട്ടക്ക് രൂപതാരകസി ഒഡീഷയിലെ GI ടാഗ് സ്വന്തമാക്കിയത്. ആഗോള സൂപ്പർ കമ്പ്യൂട്ടർ റാങ്കിങ്ങിൽ അമേരിക്കയുടെ ഫ്രോണ്ടിയർ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കമ്പ്യൂട്ടറെ ഒന്നാം സ്ഥാനം നിലനിർത്തി.
SQL വേഗത കൈവരിച്ച ആദ്യ കമ്പ്യൂട്ടറാണ് ഇത്. ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ശേഷം രൂപീകരിക്കപ്പെട്ട താൽക്കാലിക ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിരുന്നു. ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. ഉടനെ തന്നെ അടുത്ത വീഡിയോസും അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.